ചില ദിവസങ്ങൾ ചുമ്മാ വീട്ടിലിരിക്കാൻ തോന്നും, ചില ദിവസങ്ങൾ എങ്ങോടെങ്കിലും ഇറങ്ങിപ്പോകാൻ തോന്നും. ഇന്നങ്ങനെ തോന്നി, എങ്ങോടെങ്കിലൊക്കെ പോവാൻ. അല്ലെങ്കിലും പെട്ടെന്ന് തീരുമാനിച്ചങ്ങ് പോയാൽ അങ്ങ് പോവും. പ്ലാനൊക്കെ ഇട്ട് പോവാന്ന് വെച്ചാൽ പ്ലാനിങ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. കോതമംഗലംകാർക്ക് പിന്നെ പെട്ടെന്ന് പോയി വരാൻ ഇഷ്ടംപോലെ നല്ല സീനിക് സ്പോട്ട്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ പോയത് ഭൂതത്താൻ കെട്ട്. മൺസൂൺ സീസൺ അല്ലേ, പെരിയാറിന്റെ ആ വന്യ ഭംഗിയൊക്കെ ഒന്ന് കാണാതെ പറ്റുമോ? കോതമംഗലം ടൗണിൽ നിന്ന് 11 കിലോമീറ്റർ അകലെയാണ് ഭൂതത്താൻ കെട്ട്. ഈ പേര് ഭയങ്കര ഡിഫറെന്റ് അല്ലേ. ഭൂതത്താന്മാര് കെട്ടിയ അണക്കെട്ടെന്നൊക്കെ ഒരു കഥയുണ്ട് കേട്ടോ. ഈ ഡാമല്ല, കുറച്ച് മാറി പ്രകൃതിദത്തമായി തന്നെ കുറച്ച് പാറക്കല്ലുകൾ നിറഞ്ഞ ഒരു അണക്കെട്ട് പോലത്തെ തോന്നിക്കുന്ന ഒരു സ്ഥലമുണ്ട് പെരിയാറിന് കുറുകെ. അതാണ് ഇങ്ങനെ പേര് വരാനായിട്ട് കാരണം. കുറെ ആളുകൾ കണ്ടു ഒരു സൈഡിൽ വലയിടുന്നത്, പക്ഷെ മീനൊന്നും അങ്ങനെ കിട്ടി കാണുന്നില്ലല്ലോ. വേറൊരു സൈഡിൽ കുറെ പേര് ചൂണ്ടയിടുന്നുണ്ട്. എനിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നു. വെറുതെ എന്തിനാലേ പറ്റുന്ന പണിക്ക് പോയാൽ പോരേന്ന്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെയും പോയി മുന്നോട്ട്. ഇനി അങ്ങോട്ട് നല്ല കാടാട്ടോ. കുറച്ച് ദൂരമൊന്നുമല്ല, കിലോമീറ്ററുകളോളം 2 വശത്തും നല്ല കാടാണ്. ഭൂതത്താൻ കെട്ട് വടാട്ടുപാറ റൂട്ട്. കാടിന്റെ ഭംഗിയും സൈലൻസും നിഗൂഢതയൊക്കെ കണ്ടറിഞ്ഞ് ആസ്വദിച്ച് ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ റൂട്ട് നല്ലൊരു ചോയ്സ് ആണ്. കുറെ സ്ഥലത്ത് എലഫന്റ് ക്രോസിംഗ് ഏരിയാസ് എന്നൊക്കെ കണ്ടു. ഭാഗ്യം ആനയൊന്നും വരാതെ. പിന്നെന്താ, ഒരു തട്ടുകട കയറി നല്ല ചൂട് മുട്ട ബജിയും ചായയൊക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയി. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ടാറ്റാ. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട് ചെയ്യണേ.